കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേദിവസം. അതായത് ഓപ്പറേഷൻ ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ് അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ നടത്തി വന്നിരുന്ന ആ ഒരു റെസ്ക്യൂ മിഷൻ നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞ് ട്രംപിൻ്റെ ട്വീറ്റ് വന്നു. ഓപ്പറേഷൻ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്കറിയാം, അമേരിക്കയുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ കപ്പലുകൾക്ക് വേണ്ടി ഹോർമൂസിനകത്ത് തുറന്നു കൊടുക്കുക എന്നതായിരുന്നു ഇതുവഴി അവരുടെ ഉണ്ടായിരുന്ന ലക്ഷ്യം. അതിന് കാരണം നമുക്കറിയാവുന്ന പോലെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മൾ കേട്ടു, ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് അടച്ചതിന് ശേഷം അവരത് അടയ്ക്കുമ്പോൾ ഇറാൻ അവരുടെ ഏറ്റവും വലിയ വജ്രായുധം എന്ന നിലയിലാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ ആദ്യം അവതരിപ്പിച്ചത്. അവരുടെ അബ്ബാസ് അരാച്ചി പറഞ്ഞത് ആറ്റം ബോംബിനേക്കാൾ പവർഫുള്ളായ ആയുധമാണ് അവരുടെ കയ്യിലിരിക്കുന്ന ഹോർമൂസ് കടലെടുക്കുന്നതാണ് പറഞ്ഞത്. പിന്നീട് എന്താണ് നമ്മൾ കാണുന്നത്? ഇറാന്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴയ്ക്കുന്നതാണ് നമ്മൾ ഹോർമൂസിൽ കാണുന്നത്. ഇറാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമേരിക്ക ഹോർമൂസിനെ തിരിച്ചു പൂട്ടുമെന്നുള്ള കാര്യം. ഇതിപ്പോ ഇറാൻ ഒരു താഴിട്ട് ഹോർമൂസിനെ പൂട്ടിയെങ്കിൽ ഇറാൻ ഇട്ട് പൂട്ടിയ താഴിന്റെ മീതെ അമേരിക്ക വേറെ വലിയൊരു താഴിട്ട് പൂട്ടിയിരിക്കുന്ന പോലത്തെ അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇറാൻ വിചാരിച്ചാലും ഇനി ഇറാൻ പൂട്ടിയിരിക്കുന്ന ഈ പൂട്ടഴിക്കാനായിട്ട് ഇറാന് സാധിക്കില്ല. അപ്പോൾ ഇതിന്റെ ഭാഗമായി ഏകദേശം നമുക്കറിയാം 80ഓളം കപ്പലുകൾ ഹോർമൂസിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ 1500, 2000, 3000 വരെയൊക്കെ തൊഴിലാളികൾ കപ്പലുകളിൽ ജോലി ഉണ്ടാവും. മൊത്തം ഒരു 23,000 തൊഴിലാളികൾ ഈ പല കപ്പലുകളിലായിട്ട് ഹോർമൂസിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ന്യൂസുകൾ പുറത്തേക്ക് വരുന്നത്. ഈ കപ്പലിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കുടിവെള്ളത്തിന്റെ പ്രശ്നം, ഫുഡിന്റെ പ്രശ്നം, അതുപോലെ മെഡിസിൻ കിട്ടാത്ത പ്രശ്നം, ഇതെല്ലാം ഈ ജോലിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിനകം തന്നെ ഈ ഒരു പ്രശ്നത്തോടനുബന്ധിച്ച് ഈ കപ്പലുകളിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം 10ഓളം ആളുകൾ, ജോലിക്കാർ മരിച്ചതായിട്ടും റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് അമേരിക്ക ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ ഹോർമൂസിൽ കപ്പലുകൾക്ക് വേണ്ടി, പല രാജ്യങ്ങളുടെ കപ്പലുകൾക്ക്, അതിലെ വരുന്ന എല്ലാ കപ്പലുകൾക്കും വേണ്ടിയിട്ട് തുറക്കുവാനായിട്ട് പദ്ധതിയിട്ടത്. അമേരിക്ക ഉദ്ദേശിച്ചത് അമേരിക്കയുടെ നേവൽ ഷിപ്പുകളുടെ എസ്കോർട്ടുകളുടെ അമേരിക്കൻ കപ്പലുകളും അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളും ഹോർമൂസ് കടന്നു പോകുക. ഇങ്ങനെ ഒരു പദ്ധതിയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ഓഫ് ഫ്രീഡം എന്ന പരിപാടി താൽക്കാലികമായി അമേരിക്ക നിർത്തിവെച്ചേക്കുകയാണ്. ഇങ്ങനെയാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപ് ചില സമയത്ത് പറയും ഞാൻ ഹോർമൂസ് എന്ത് ചെയ്യാൻ പോവുകയാണ്, നേരെയാക്കാൻ പോവുകയാണ്. എന്നാൽ ചില സമയത്ത് ട്രംപ് പറയും ഞാൻ ഹോർമൂസ് തുറക്കാൻ പോകുന്നില്ല, പൂർണ്ണമായിട്ട് അടക്കാൻ പോവുകയാണെന്ന് ട്രംപ് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ ഹോർമൂസ് തുറന്നു കിടന്നിരുന്നൊരു കടലെടുക്കായിരുന്നില്ലേ. ഈ ട്രംപിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അതിപ്പോ അടഞ്ഞു കിടക്കുന്നത്. എന്നിട്ട് ട്രംപ് തന്നെ പറയുകയാണ് ഞാൻ ഹോർമൂസ് തുറക്കാൻ പോവുകയാണെന്ന്. ഈ യുദ്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? അമേരിക്ക ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് ഇടപെട്ടു എന്നതാണ്. ഒരുപക്ഷെ ഈ ഒരു യുദ്ധം ഇസ്രായേൽ തനിച്ചാണ് നടത്തിയിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള സക്സസ് റേറ്റ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചാനെ. ഇപ്പോൾ സക്സസ് റേറ്റ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സക്സസ് റേറ്റ് ഈ യുദ്ധത്തിനുണ്ടായാനെ. അമേരിക്കക്ക് ഇസ്രായേലിനെ ബാക്കിൽ നിന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കുക, അവർക്ക് ആവശ്യമായ ഇന്റലിജൻസ് കൊടുക്കുക, ഇതൊക്കെ ചെയ്ത് അമേരിക്ക ബാക്കപ്പ് കൊടുത്ത് നിന്നാൽ മാത്രം മതിയായിരുന്നു. കാരണം ഈ യുദ്ധത്തിൽ നോക്കിയാൽ സൈനികമായും നയതന്ത്രപരമായും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്രായേലാണ്. നമുക്കറിയാവുന്ന പോലെ അറബികളുമായിട്ട് ശത്രുതയിൽ കിടന്നിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പൊ നോക്കിക്കോളൂ, അവരോട് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ അടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അലൈ എന്ന പദവിയിലേക്ക് UAE ഇപ്പോൾ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്യത്യാസം പെട്ടെന്ന് ഉണ്ടായൊരു വ്യത്യാസമല്ല. ഈ ഒരു വ്യത്യാസം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്. പക്ഷെ നമുക്കാർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമുക്കിത് മനസ്സിലാക്കാൻ ഈ യുദ്ധം വേണ്ടി വന്നു എന്നതേ ഉള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ UAEക്ക് ഇസ്രായേൽ അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം കൊടുത്തയച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. കാരണം ഏകദേശം 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെ ഹമാസ് കയറി ആക്രമിച്ചിടത്ത് നിന്നാണ് സംഭവങ്ങളെല്ലാം വ്യത്യാസം വരുന്നത്. ഇസ്രായേലിന് സൗദിയായിട്ട് അബ്രഹാമിക് അക്കോർഡിലൂടെ ബന്ധമുണ്ട്. ഈ സമയം മുതൽ തന്നെ ഇസ്രായേൽ UAEയുമായിട്ട് നല്ല ബന്ധം തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ
ഇതിന് ശേഷം എന്താണ് 2023 ഒക്ടോബർ 7 ശേഷം നയതന്ത്രപരമായിട്ട് UAE അണ്ടർഗ്രൗണ്ടിലൂടെ ഇസ്രായേലിനോട് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, UAEയിലേക്ക് ഏകദേശം ഇസ്രായേലിൻ്റെ പല ഡസൻ സൈനികരാണ് അയൺ ഡോം എന്നവരുടെ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുവാനും അതുപോലെ സൈനികമായിട്ട് UAEക്ക് ട്രെയിനിങ് കൊടുക്കാനും ഒക്കെയായിട്ട് UAEയിലേക്ക് വന്നിട്ടുള്ളത്. ഈ യുദ്ധത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇറാൻ UAEയിലേക്ക് അയച്ചത് ഏകദേശം 3000 പ്രൊജക്ടൈൽസ് ആണ്. ഈ 3000 പ്രൊജക്ടൈൽസിൽ 1-2 മാത്രമേ ലക്ഷ്യം കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം UAE തടുത്തിട്ടു അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്തു. UAEക്ക് ഇസ്രായേൽ എത്ര അയൺ ഡോം കൊടുത്തു എന്ന് പോലും വളരെ സീക്രട്ടാണ്. നമ്മൾ കേട്ടേക്കണം ഒരു അയൺ ഡോം കൊടുത്തു എന്നാണ്. എന്നാൽ ഒരു അയൺ ഡോം അല്ല, അതിൽ കൂടുതൽ അയൺ ഡോമുകൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് UAEയുടെ ഇന്റർസെപ്ഷന്റെ പ്രസിഷൻ കാണുമ്പോൾ. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പോലെ തന്നെ കരുത്ത് കാട്ടിയ രാജ്യമാണ് ഇപ്പോൾ UAE. ഇവിടെ ഇന്ത്യയുടെ സ്റ്റാൻസ് എന്താണ്? ഇന്ത്യ ഹാസ് ബീൻ ടേക്കൻ സ്റ്റാൻസ് ഫേവറബിൾ ടു UAE. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു, ഇറാനി കാണിക്കുന്നത് തെണ്ടിത്തരമാണെന്ന്. നമ്മളും UAEയും തമ്മിൽ പണ്ട് മുതലേ നല്ല സൗഹൃദ രാജ്യങ്ങളാണ്. ആ സൗഹൃദം നമ്മൾ നല്ല രീതിയിൽ നിലനിർത്തി പോരുന്നുണ്ട്. അതുപോലെ സൗദിയും UAEയും തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ ഭാവിയിൽ അത് പറഞ്ഞു തീർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് നടക്കും? ഇസ്രായേൽ ഫ്യൂച്ചറിൽ ഈ രണ്ട് രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യും. മിഡിൽ ഈസ്റ്റിൽ ഇത് വലിയ ശക്തിയായി തന്നെ മാറും. പക്ഷേ ഇറാൻ ഓൾറെഡി തകർന്നു കഴിഞ്ഞു. ഇറാൻ ഇനിയും ഒറ്റപ്പെടും. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിലേക്ക് ഡയറക്റ്റ് ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വേണ്ട രീതിയിൽ തന്നെ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഈ യുദ്ധം ഇറാനെതിരെ നടത്തിയേനെ. ഇതൊക്കെ വേണ്ട രീതിയിൽ ഇസ്രായേൽ ചെയ്താനേ. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് നമുക്കറിയാം, ട്രംപിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് ഈ യുദ്ധത്തെ കൂടുതൽ പ്രശ്നത്തിലാക്കിയത്. ട്രംപിന് എപ്പോഴും ക്രെഡിറ്റ് വേണം. ട്രംപ് ഗാസയിൽ ഇടപെട്ടിട്ടുണ്ടായി. അദ്ദേഹം അവിടെ ഒരു ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചു. അതിനെക്കുറിച്ച് ആരെങ്കിലും പിന്നീട് കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇസ്രായേലിന് നന്നായിട്ട് അറിയാം എന്താണ് ഗാസയിൽ നടക്കുന്നതെന്ന്. ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ ഇടക്കിടക്ക് ആക്രമണം നടത്തുന്നുണ്ട്. ഒക്ടോബർ 27 ഇസ്രായേലിൽ ആക്രമണം നടത്തി 320 പേരെ കൊന്ന ഒരു തീവ്രവാദിയെ ഇന്നലെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ ലെബനനിൽ ദിവസേന ആക്രമണം നടത്തുന്നുണ്ട്. അതായത് ലക്ഷ്യബോധത്തോടെ ഈ യുദ്ധത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു കക്ഷി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് നിൽക്കുന്നത് UAE ആണ്. UAEക്ക് ഏകദേശം നിലപാടുകളെ കുറിച്ചൊക്കെ ഒരു എടുക്കേണ്ട ലൈൻ മനസ്സിലായിട്ടുണ്ട്. അതായത് UAEക്ക് എന്ത് ചെയ്യണം? UAEക്ക് അവരുടെ രാജ്യത്തെ സംരക്ഷിച്ചാൽ മാത്രം മതി. വേറെ വലിയ ആഭ്യന്തര കാര്യങ്ങൾക്കൊന്നും ഗാസ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നൈജീരിയ എന്ന് പറഞ്ഞിട്ടോ ഇങ്ങനെയൊന്നും നടക്കേണ്ടുന്ന കാര്യമില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന സ്റ്റാൻസ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവരാദ്യം ഇസ്രായേലിനോട് സംസാരിച്ചു, രണ്ടാമത് ഇന്ത്യയോട് സംസാരിച്ചു. രണ്ട് ഭാഗത്തു നിന്ന് സപ്പോർട്ട് കിട്ടി. അവരിപ്പോൾ ഹാപ്പിയാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവർ പോകുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ ഈ യുദ്ധത്തിലേക്കുള്ള ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് ഈ യുദ്ധത്തെ ഇത്രയും വഷളാക്കിയിരിക്കുന്നത്. ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇനിയിപ്പോൾ ട്രംപ് അടുത്ത ദിവസം വന്നിട്ട് ട്രംപ് അടുത്ത ദിവസം വന്ന് ഒരു പക്ഷേ പറയുമായിരിക്കും, ഞാൻ ഇനിയിപ്പോൾ ഈ ഫ്രീഡം ഓഫ് പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണെന്ന്. പക്ഷേ അത് ട്രംപിൻ്റെ കാര്യമാണ്. ട്രംപിൻ്റെ കാര്യം ട്രംപ് പറഞ്ഞാൽ മാത്രമേ നമുക്ക്, പക്ഷേ ഇത് ട്രംപിൻ്റെ കാര്യമാണ്. ട്രംപിൻ്റെ കാര്യം ട്രംപ് പറയുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. സാൻസി സോജൻ.